സെറ്റ് തിയറി ഡെവലപ്പ് ചെയ്തത് ജോർജ് കാൻഡറാണ്. സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഒബ്ജക്ട്സിനെയാണ് നമ്മൾ പറയുന്നത് സെറ്റ് എന്ന്. മലയാളത്തിലെ 5 ഫേമസ് ആക്ടേഴ്സിൻ്റെ കളക്ഷൻ എന്ന് പറയുന്നത് അതൊരു സെറ്റല്ല. കാരണം അത് വെൽ ഡിഫൈൻഡ് അല്ല. ഓരോരുത്തരും എഴുതുമ്പോൾ ഉത്തരം ഡിഫറെൻ്റ് ആയിരിക്കും. പക്ഷേ ആദ്യത്തെ 5 ഓഡ് നമ്പേഴ്സ് എഴുതാൻ പറഞ്ഞാൽ ആ കളക്ഷൻ ഒരു സെറ്റായിരിക്കും. കാരണം അത് വെൽ ഡിഫൈൻഡ് ആണ്. അത് ആരെഴുതിയാലും സെയിം ആണ്. ഒരു സെറ്റിനെ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടി 2 രീതിയുണ്ട്. ഒന്ന് റോസ്റ്റർ ഫോമിനും പിന്നെ സെറ്റ് ബിൽഡർ ഫോം. റോസ്റ്റർ ഫോമിനെ നമ്മൾ ടാബുലർ ഫോം എന്നും പറയാറുണ്ട്. ഇപ്പോൾ ദ സെറ്റ് ഓഫ് ഓൾ വവൽസ് ഇൻ ദ ഇംഗ്ലീഷ് ആൽഫബറ്റിനെ റോസ്റ്റർ ഫോമിൽ അല്ലെങ്കിൽ ടാബുലർ ഫോമിൽ എഴുതാൻ പറഞ്ഞാൽ നമ്മൾ എഴുതും സെറ്റ് എ, ഇ, ഐ, ഒ, യു എന്ന്. ഇതിൽ എലമെൻസിൻ്റെ ഓർഡറിന് ഇമ്പോർട്ടൻസ് ഇല്ല. പിന്നെ അതുപോലെ ഒരു റോസ്റ്റർ ഫോമിൽ ഒരു എലമെൻറ്റിൻ്റെ റിപ്പീറ്റേഷൻ അലൗഡല്ല. റിപ്പീറ്റേഷൻ ഇല്ല. റോസ്റ്റർ ഫോമിൽ ഇതെങ്ങനെ എഴുതുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഇസ് എ വവൽ ഇൻ ഇംഗ്ലീഷ് ആൽഫബറ്റ്. ഇങ്ങനെയാണ് സെറ്റ് ബിൽഡർ ഫോമിൽ എഴുതുന്നത്. മറ്റേ റോസ്റ്റർ ആയിരുന്നു സെറ്റ് ബിൽഡർ ഫോം. In set builder form, all the elements of a set possesses a single common property which is not possessed by any element outside the set. ഇനി എന്താണ് എം ടി സെറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ കറൻ്റ്ലി 9ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലും ഇപ്പോൾ പ്രസൻ്റ്ലി പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിയുടെ കളക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ആരും ഇല്ലല്ലോ. കാരണം സൈമിൾട്ടേനിയസ്ലി 9ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലും ഒരു സ്റ്റുഡൻറ്റിനും പഠിക്കാൻ പറ്റില്ലല്ലോ ഒരു സ്കൂളിൽ. അപ്പോൾ അവിടെ ആരും ഇല്ല. അതായത് ആ സെറ്റിൽ നോ എലമെൻറ്റ്സ് എന്നുള്ള അങ്ങനെയുള്ള സെറ്റിനെയാണ് എം ഡി സെറ്റ് എന്ന് പറയുന്നത്. ആ സെറ്റ് വിച്ച് ഡസ് നോട്ട് കണ്ടെയ്ൻ എനി എലമെൻറ്റ് ഇസ് കോൾഡ് ആൻ എം ഡി സെറ്റ്. എന്താണ് ഫൈനൈറ്റ് ആൻഡ് ഇൻഫൈനൈറ്റ് സെറ്റ്? ഫൈനൈറ്റ് സെറ്റ് എന്ന് പറഞ്ഞാൽ എം ഡി അല്ലെങ്കിൽ ഡെഫിനിറ്റ് നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഉള്ള സെറ്റിനെയാണ് നമ്മൾ ഫൈനൈറ്റ് സെറ്റ് എന്ന് പറയുന്നത്. ഇനി ഫൈനൈറ്റ് അല്ലെങ്കിൽ നമ്മൾ അതിനെ പറയും ഇൻഫൈനൈറ്റ് സെറ്റ്. എല്ലാ ഇൻഫൈനൈറ്റ് സെറ്റിനെയും നമുക്ക് റോസ്റ്റർ ഫോമിൽ എഴുതാൻ പറ്റണമെന്നില്ല. എഴുതാൻ പറ്റാതിരിക്കാം. എക്സാമ്പിൾ റിയൽ നമ്പേഴ്സിൻ്റെ സെറ്റിനെ നമുക്ക് റോസ്റ്റർ ഫോമിൽ എഴുതാൻ പറ്റില്ല. കാരണം ഒന്ന് കഴിഞ്ഞിട്ട് അടുത്ത ഏതാ റിയൽ നമ്പർ നമുക്ക് അറിയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് 2 സെറ്റ് എ ആൻഡ് ബി ഈക്വൽ ആണെന്ന് പറഞ്ഞാൽ അത് ഈക്വൽ സെറ്റ്സ് എന്ന് പറഞ്ഞാൽ ആ 2 സെറ്റിലെ എലമെൻറ്റ്സ് എക്സാക്ട്ലി ഈക്വൽ ആയിരിക്കണം. ഇനി സബ്സെറ്റ് എന്താണ്? ഫോർ എക്സാമ്പിൾ 2 സെറ്റ് എടുക്കുകയാണ്, എക്സും വൈയും. എക്സ് എന്ന് പറയുന്നത് നമ്മുടെ ഈ സ്കൂളിലെ എല്ലാ കുട്ടികളുടെ സെറ്റും, വൈ എന്ന് പറയുന്നത് നമ്മുടെ ഇപ്പോൾ ഈ ക്ലാസ്സിലെ കുട്ടികളുടെ എല്ലാവരുടെയും സെറ്റുമാണ്. അപ്പം നമ്മുടെ ഈ ക്ലാസ്സിലുള്ള എല്ലാ കുട്ടികളും ഈ സ്കൂളിലെയും കുട്ടികളല്ലേ. അപ്പോൾ ഈ വൈയിലുള്ള എല്ലാ അംഗങ്ങളും എല്ലാ എലമെൻറ്റ്സും എക്സിലെ എലമെൻറ്റ്സുമാണ്. വൈയിലെ എല്ലാ എലമെൻറ്റ്സും എക്സിലെ എലമെൻറ്റ്സ് ആണെങ്കിൽ നമ്മളെന്ത് പറയും? വൈ ഇസ് എ സബ്സെറ്റ് ഓഫ് എക്സ് എന്ന് പറയും. എ സബ്സെറ്റ് ഓഫ് ബി ഇഫ് എ എലമെൻറ്റ് ഓഫ് എ ഇംപ്ലൈസ് എ എലമെൻറ്റ് ഓഫ് ബി. പിന്നെ എ സബ്സെറ്റ് ഓഫ് ബി ആൻഡ് ബി സബ്സെറ്റ് ഓഫ് എ ഇഫ് ആൻഡ് ഓൺലി ഇഫ് എ ഈക്വൽ ടു ബി. അതൊരു റിസൾട്ടാണ്. അതുപോലെ എവറി സെറ്റ് ഇസ് എ സബ്സെറ്റ് ഓഫ് ഇറ്റ് സെൽഫ്. ഏതൊരു സെറ്റും അതിൻ്റെ തന്നെയാണ് ഒരു സബ്സെറ്റാണ്. പിന്നെ എം ഡി സെറ്റ് ഫൈക്ക് എലമെൻറ്റ്സ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഏതൊരു സെറ്റിൻ്റെയും സബ്സെറ്റായിട്ട് നമുക്ക് ആ എം ഡി സെറ്റ് ഫൈനെ പറയാം. പിന്നെ റിയൽ നമ്പേഴ്സിൻ്റെ സബ്സെറ്റ്സ് എന്ന് പറഞ്ഞാൽ ഇൻ്റർവെൽസ് ആണ്. പിന്നെ ഇപ്പോൾ ഏത് ഇൻ്റർവെല്ലാണെങ്കിലും, അതായത് ഇപ്പോൾ ഓപ്പൺ ഇൻ്റർവൽ എ ബി ആയാലും ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബി ആണെങ്കിലും ക്ലോസ്ഡ് ഓപ്പൺ ഇൻ്റർവൽ എ ബി ആയാലും ഓപ്പൺ ക്ലോസ് ഇൻ്റർവൽ എ ബി ആയാലും അതിൻ്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ ബി മൈനസ് എ തന്നെയായിരിക്കും. പവർ സെറ്റ് ഓഫ് എ എന്ന് പറഞ്ഞാൽ പവർ സെറ്റ് ഓഫ് എ സെറ്റ് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ എയുടെ എല്ലാ സബ്സെറ്റുകളുടെയും കളക്ഷൻ എഴുതുന്ന ആ കളക്ഷനെയാണ് നമ്മൾ പറയുന്നത് പവർ സെറ്റ് ഓഫ് എ. എ എന്ന് പറഞ്ഞ ഒരു സെറ്റിന് എം എലമെൻറ്റ്സ് ഉണ്ടെങ്കിൽ ആ സെറ്റിന് 2m സബ്സെറ്റുകൾ പറയാൻ പറ്റും. അപ്പോൾ ആ എ എന്ന് പറഞ്ഞ സെറ്റിൻ്റെ പവർ സെറ്റിൽ എത്ര എലമെൻ്റ് ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാലും 2m എന്ന് നമുക്ക് പറയാം. ഇനി എന്താണ് യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പർട്ടിക്കുലർ കോണ്ടെക്സ്റ്റിൽ ഒരു ബേസിക് സെറ്റിലുള്ള എലമെൻറ്റ്സിനെ കുറിച്ചായിരിക്കും നമ്മൾ പഠിക്കുന്നത്. ആ ബേസിക് സെറ്റിനെയാണ് യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ പറയാം ഇംഗ്ലീഷ് ആൽഫബറ്റ്സിലെ വവൽസിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ ബേസിക് സെറ്റ് എന്ന് ബേസിക് സെറ്റ് എന്ന് പറയുന്നത് എന്താണ്?
ഇംഗ്ലീഷ് ആൽഫബറ്റാണ്. ഇപ്പോൾ യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ആൽഫബറ്റാണ്. പിന്നെ നമ്മൾ പർട്ടിക്കുലർ സ്പെസിഫൈ ചെയ്തിട്ടുള്ള സെറ്റ് എന്ന് പറയുന്നത് AEIOU ആണ്. ഇനി എന്താണ് വെൻ ഡയഗ്രം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2 സെറ്റ് തമ്മിലുള്ള റിലേഷൻഷിപ്സ് നമുക്ക് ഡയഗ്രം ഉപയോഗിച്ച് കാണിക്കാൻ പറ്റും. അതിനെയാണ് നമ്മൾ വെൻ ഡയഗ്രം എന്ന് പറയുന്നത്. ജോൺ വെൻ എന്ന് പറയുന്ന ആളുടെ പേരിൽ നിന്നാണ് വെൻ ഡയഗ്രം വന്നിട്ടുള്ളത്. നമ്പേഴ്സിലുള്ള ഓപ്പറേഷൻസ് നമുക്കറിയാം. അഡിഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ. അതുപോലെ സെറ്റ്സിലും കുറച്ച് ഓപ്പറേഷൻസ് ഉണ്ട്. അതാണ് യൂണിയൻ, ഇൻ്റർസെക്ഷൻ, ഡിഫറൻസ്. യൂണിയൻ ഓഫ് സെറ്റ്സ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ 2 സെറ്റുണ്ട് എയും ബി. അതിന് യൂണിയൻ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമ്മൾ എയിലെയും ബിയിലെയും എല്ലാ എലമെൻസും എഴുതുവാണ്. പക്ഷേ കോമൺ എലമെൻറ്റ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഒരു വട്ടം മാത്രമേ എഴുതുള്ളൂ. A യൂണിയൻ ബി ഈസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എക്സ് ആസ് ദാറ്റ് എക്സ് എലമെൻറ്റ് ഓഫ് എ ഓർ എക്സ് എലമെൻറ്റ് ഓഫ് ബി. ഇൻ്റർസെക്ഷൻ ഓഫ് 2 സെറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ 2 സെറ്റിലും കോമൺ ആയിട്ടുള്ള എലമെൻസിനെ എഴുതാനുള്ളതാണ്. അതിപ്പോൾ എ ഇൻ്റർസെക്ഷൻ ബി ഈസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എക്സ് ആസ് ദാറ്റ് എക്സ് എലമെൻറ്റ് ഓഫ് എ ആൻഡ് എക്സ് എലമെൻറ്റ് ഓഫ് ബി. 2 സെറ്റ് ഡിസ്ജോയിൻ്റ് ആണെന്ന് പറഞ്ഞാൽ, അതായത് ഡിസ്ജോയിൻ്റ് സെറ്റ് എന്ന് പറഞ്ഞാൽ ആ 2 സെറ്റിലും കോമൺ എലമെൻറ്റ്സ് ഇല്ല. അതായത് ഇൻ്റർസെക്ഷൻ എന്ന് പറയുന്നത് നൾ സെറ്റായിരിക്കും. ഇനി ഡിഫറൻസ് ഓഫ് എ സെറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ എയും ബിയും എന്ന് 2 സെറ്റ് എടുക്കുകയാണ്. എന്നിട്ട് എ മൈനസ് ബി അല്ലെങ്കിൽ ഡിഫറൻസ് ബി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എയിലുള്ളതും എന്നാൽ ബിയിലില്ലാത്തതുമായിട്ടുള്ള എലമെൻറ്റ്സ്, എയിലുള്ളതും എന്നാൽ ബിയിലില്ലാത്തതുമായിട്ടുള്ള എലമെൻറ്റ്സ്, അതായത് എയിൽ മാത്രമുള്ള എലമെൻറ്റ്സ്, അത് ബിയിലുണ്ടായിരിക്കാൻ പാടില്ല. എ ഡിഫറൻസ് ബി ഈസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് എലമെൻറ്റ് ഓഫ് എ ആൻഡ് എക്സ് നോട്ട് എലമെൻറ്റ് ഓഫ് ബി. 2 സെറ്റ് എയും ബിയും എടുത്തു കഴിഞ്ഞാൽ എ ഡിഫറൻസ് ബിയും എ ഇൻ്റർസെക്ഷൻ ബിയും അതുപോലെ ബി ഡിഫറൻസ് എയും, ഈ മൂന്നെന്ന് പറയുന്നത് മ്യൂച്വലി ഡിസ്ജോയിൻ്റ് ആയിരിക്കും. കോംപ്ലിമെൻറ്റ് ഓഫ് എ സെറ്റ് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയിലില്ലാത്തതും എന്നാൽ യൂണിവേഴ്സൽ സെറ്റിലുള്ളതുമായിട്ടുള്ള എലമെൻറ്റ്സ് ആയിരിക്കും. യൂണിവേഴ്സൽ സെറ്റിലുണ്ട് പക്ഷേ എയിലില്ല. എ കോംപ്ലിമെൻറ്റ് ഇസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എക്സ് ആസ് ദാറ്റ് എക്സ് എലമെൻറ്റ് ഓഫ് യു ആൻഡ് എക്സ് നോട്ട് എലമെൻറ്റ് ഓഫ് എ. ഡി മോർഗൻസ് ലോ എന്ന് പറയുന്നത് എ യൂണിയൻ ബി ദ ഹോൾ കോംപ്ലിമെൻറ്റ് ഇസ് ഈക്വൽ ടു എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റ്, അതുപോലെ എ ഇൻ്റർസെക്ഷൻ ബി ദ ഹോൾ കോംപ്ലിമെൻറ്റ് ഇസ് ഈക്വൽ ടു എ കോംപ്ലിമെൻറ്റ് യൂണിയൻ ബി കോംപ്ലിമെൻറ്റ്. എ യൂണിയൻ ബിയുടെ കാർഡിനാലിറ്റി ചോദിച്ചു കഴിഞ്ഞാൽ എയുടെ കാർഡിനാലിറ്റി പ്ലസ് ബിയുടെ കാർഡിനാലിറ്റി മൈനസ് എ ഇൻ്റർസെക്ഷൻ ബിയുടെ കാർഡിനാലിറ്റി, അതായത് എൻ ഓഫ് എ യൂണിയൻ ബി ഈസ് ഈക്വൽ ടു എൻ ഓഫ് എ പ്ലസ് എൻ ഓഫ് ബി മൈനസ് എൻ ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി. എൻ ഓഫ് എ യൂണിയൻ ബി യൂണിയൻ സി ഈസ് ഈക്വൽ ടു എൻ ഓഫ് എ പ്ലസ് എൻ ഓഫ് ബി പ്ലസ് എൻ ഓഫ് സി മൈനസ് എൻ ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി മൈനസ് എൻ ഓഫ് ബി ഇൻ്റർസെക്ഷൻ സി മൈനസ് എൻ ഓഫ് എ ഇൻ്റർസെക്ഷൻ സി പ്ലസ് എൻ ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഇൻ്റർസെക്ഷൻ സി.